നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 13 ആണ്. സെൻറ്റൻസസ് ആൻഡ് ഡു വെച്ചിട്ട് ഉള്ള സെൻറ്റൻസുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പറഞ്ഞതായിരുന്നു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിംഗുലറുമുണ്ട് അതേപോലെ തന്നെ പ്ലൂറലും ഉണ്ട്. നമ്മൾ പഠിച്ചായിരുന്നു. സിംഗുലർ സബ്ജക്റ്റുകളാണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്ന് പഠിച്ചു. പ്ലൂറൽ സബ്ജക്റ്റുകളാണ് ഐ, യു, ദേ, വി എന്നും നമ്മൾ പഠിച്ചതായിരുന്നു. ഓക്കെ, എന്തിനാണ് ഞാൻ ഡു, ഡസ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയുന്നത്? സിംഗുലറും പ്ലൂറലും എന്തിനാണ് ഇവിടെ പറയുന്നത്? ഓക്കെ, നോക്കാം. ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്ലൂറലിൻ്റെ കൂടെ ഐ, യു, ദേവിയുടെ കൂടെ നമ്മൾ ഡു ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ്. ഡു വെച്ചിട്ടുള്ള സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻസുമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡസ് എവിടെ യൂസ് ചെയ്യുന്നത്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ഐ, യു, ദേ, വി പോലെയുള്ള സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ പ്ലൂറലുകളാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം. എക്സ്ട്രാ ഈസ്, ആം, ആറ്, വാസ് ഒന്നും തന്നെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നോക്കി ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാറുണ്ട്. എങ്ങനെ ചെയ്യാം? ഈ പഠിക്കാറുണ്ടെന്ന് പറയുന്നത് എൻ്റെ ഡെയിലി ഹാബിറ്റാണ്, എൻ്റെ ഹാബിച്വൽ ആക്ഷൻസ് ആണ്. ഡെയിലി എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. നമ്മളിവിടെ നോക്കേണ്ടത് ഞാൻ പഠിക്കാറുണ്ട് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പഠിക്കാറുണ്ട് എന്നുള്ളതിന് പറയാം ഐ സ്റ്റഡി. ഞാൻ വരാറുണ്ട്, ഐ കം. സിമ്പിളായിട്ട് പറയാമല്ലോ. ഞാൻ എഴുതാറുണ്ട്, ഐ റൈറ്റ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കാറുണ്ട്, സിമ്പിളായിട്ട് പറയാം ഐ സ്റ്റഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ തന്നെ എനിക്ക് ഇങ്ങനെയും പറയാൻ പറ്റും. ഐ സ്റ്റഡിക്ക് പകരം എനിക്ക് എന്ത് പറയാം? ഐ ഡു സ്റ്റഡി. രണ്ടിൻ്റെയും അർത്ഥം സെയിം ആണ്. ഐ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡു സ്റ്റഡി എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഐ ഡു സ്റ്റഡിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഐ കം എന്ന് പറഞ്ഞാൽ എന്തുകൂടി ഉണ്ട്? ഐ ഡു കം. മനസ്സിലായോ? രണ്ടും സെയിം അർത്ഥമാണ്. ഇനി നോക്കിക്കേ, ഞാൻ എഴുതാറുണ്ട്, ഐ റൈറ്റ്. അതിന് പകരം എനിക്ക് എന്ത് എഴുതാം? ഐ ഡു റൈറ്റ്. ഐ ഡു റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട്, ഐ ആസ്ക് എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം? ഐ ഡു ആസ്ക്. ഇതെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ പറയാറുണ്ട് എങ്ങനെ പറയാം? ഐ സേ. അല്ലെങ്കിൽ ഐ ഡു സേ. എന്തിനാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഈ ഐ ഡു വെച്ചിട്ട് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും പഠിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടാക്കാനും പഠിക്കുന്നുണ്ട്. നോക്കാം. ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഓക്സിലറി വേണം. ഓക്സിലറി എടുത്തിട്ട് ആദ്യം എഴുതി കഴിഞ്ഞാൽ ചോദ്യമാവുമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഐ സ്റ്റഡി എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓക്സിലറി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഐ ഡു സ്റ്റഡി എന്ന് എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ഒരു ഓക്സിലറി കിട്ടി, ഡു എന്നുള്ളതാണ് ഓക്സിലറി. ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. അല്ലെങ്കിൽ ഐ ഡു സ്റ്റഡി. അങ്ങനെയാണെങ്കിൽ ചോദ്യം, നീ പഠിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? നമ്മൾ ഡു എടുത്തിട്ട് ആദ്യം എഴുതി കഴിഞ്ഞാൽ നീ പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി. ഞാൻ പഠിക്കാറുണ്ടോ? ഡു ഐ സ്റ്റഡി. അവർ പഠിക്കാറുണ്ടോ? ഡു ദേ സ്റ്റഡി. നമ്മൾ പഠിക്കാറുണ്ടോ? ഡു വി സ്റ്റഡി. ഓക്കെ, ഇനി എല്ലാത്തിനെയും നമുക്ക് അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കാം. കം എന്നുള്ളതാണ് വേർഡ്. ഞാൻ വരാറുണ്ട്, ഐ കം. അല്ലെങ്കിൽ ഐ ഡു കം. നീ വരാറുണ്ടോ? ഡു യു കം. ഞാൻ എഴുതാറുണ്ട്, ഐ റൈറ്റ്. അല്ലെങ്കിൽ ഐ ഡു റൈറ്റ്. നീ എഴുതാറുണ്ടോ? ഡു യു റൈറ്റ്. ഐ ആസ്ക്. ഞാൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഐ ഡു ആസ്ക്. ഞാൻ ചോദിക്കാറുണ്ട്. നീ ചോദിക്കാറുണ്ടോ? ഡു യു ആസ്ക്. ഐ ഡു സേ. ഞാൻ പറയാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഐ സേ എന്നും പറയാം. നീ പറയാറുണ്ടോ? ഡു യു സേ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ. ഇനി ഐ റീഡ്. ഇനി ഞാൻ ഡു വെച്ചിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഐ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡു റീഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അതായത് ഡു പ്ലസ് റീഡ് ആണ് റീഡ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഐ റീഡ്. ഞാൻ വായിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എങ്ങനെയായിരിക്കും? നീ വായിക്കാറുണ്ടോ? ഡു യു റീഡ്. ഞാൻ കഴിക്കാറുണ്ട്. എന്താ പറയുക? ഐ ഈറ്റ്. നീ കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ്. ഐ ഡ്രിങ്ക്. ഞാൻ കുടിക്കാറുണ്ട്. നീ കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക്. ഇത് ഐ വെച്ചിട്ട് പറയാം, യു, ദേ, വി ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ,
യു തിങ്ക്, നീ ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഐ തിങ്ക്, അവരാലോചിക്കാറുണ്ട്. ദേ തിങ്ക്, ഞങ്ങൾ ആലോചിക്കാറുണ്ട്. വി തിങ്ക്. പക്ഷേ ഹീ തിങ്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിനെക്കുറിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹീ, ഷീ, ഇറ്റ്, എവരിബഡിയൊക്കെ പറയുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെ പറയുന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സോ ഐ തിങ്ക്, ഞാൻ ആലോചിക്കാറുണ്ട്. നീ ആലോചിക്കാറുണ്ടോ? ഡു യു തിങ്ക്? ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഐ മേക്ക്, നീ ഉണ്ടാക്കാറുണ്ടോ? ഡു യു മേക്ക്? ഞാൻ നടക്കാറുണ്ട്. ഐ വാക്ക്, നീ നടക്കാറുണ്ടോ? ഡു യു വാക്ക്? ഞാൻ ഓടാറുണ്ട്. ഐ റൺ, നീ ഓടാറുണ്ടോ? ഡു യു റൺ? ഞാൻ ചാടാറുണ്ട്. ഐ ജംപ്, നീ ചാടാറുണ്ടോ? ഡു യു ജംപ്? ഞാൻ വിളിക്കാറുണ്ട്. ഐ കോൾ, നീ വിളിക്കാറുണ്ടോ? ഡു യു കോൾ? ഞാൻ ക്ഷണിക്കാറുണ്ട്. ഐ ഇൻവൈറ്റ്, നീ ക്ഷണിക്കാറുണ്ടോ? ഡു യു ഇൻവൈറ്റ്? ഞാൻ കരയാറുണ്ട്. ഐ ക്രൈ, നീ കരയാറുണ്ടോ? ഡു യു ക്രൈ? ഞാൻ ചിരിക്കാറുണ്ട്. ഐ സ്മൈൽ, നീ ചിരിക്കാറുണ്ടോ? ഡു യു സ്മൈൽ? ഞാൻ അലറിക്കരയാറുണ്ട്. ഐ സ്ക്രീം. ഈ വേർഡുകളും നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട വൊക്കാബുലറീസ് ആണ്. അതും കൂടി പറയുന്നുണ്ട്. ഞാൻ അലറിക്കരയാറുണ്ട്. ഐ സ്ക്രീം. ഞാൻ അലറിക്കരയാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് സ്ക്രീം ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ചോദ്യമാണെങ്കിലോ? ഡു യു സ്ക്രീം? ഞാൻ പൊട്ടിച്ചിരിക്കാറുണ്ട്. ഐ ലോഫ്, നീ പൊട്ടിച്ചിരിക്കാറുണ്ടോ? ഡു യു ലോഫ്? ഓക്കെ, ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡു എടുത്തിട്ട് ആദ്യം വയ്ക്കുക. അത്രയേ ഉള്ളൂ. നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങളായിട്ട് പറയാനായിട്ട് നോക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ അതേ സമയത്ത് തന്നെ നിങ്ങളത് പറയാനായിട്ട് നോക്കുക. ഓക്കെ, ഞാൻ ആരോപിക്കാറുണ്ട്. ആരോപിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കുന്നതിനെയാണ് നമ്മൾ അക്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആരോപിക്കാറുണ്ട്. ഐ അക്യൂസ്, ഞാൻ ആരോപിക്കാറുണ്ട്. ഐ അക്യൂസ് ഹിം എന്ന് പറയാം. ഓക്കെ, നീ ആരോപിക്കാറുണ്ടോ? ഡു യു അക്യൂസ്? നീ ആരോപിക്കാറുണ്ടോ? ഡു യു അക്യൂസ്? ഞാൻ ചീത്ത പറയാറുണ്ട്. ഐ സ്കോൾഡ്, നീ ചീത്ത പറയാറുണ്ടോ? ഡു യു സ്കോൾഡ്? ഐ ടീസ്, ഞാൻ കളിയാക്കാറുണ്ട്. നീ കളിയാക്കാറുണ്ടോ? ഡു യു ടീസ്? ഇത്തരത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ കുറ്റപ്പെടുത്താറുണ്ട്. ഐ ബ്ലെയിം, നീ കുറ്റപ്പെടുത്താറുണ്ടോ? ഡു യു ബ്ലെയിം? അവർ കുറ്റപ്പെടുത്താറുണ്ടോ? ഡു ദേ ബ്ലെയിം? നമ്മൾ കുറ്റപ്പെടുത്താറുണ്ടോ? ഡു വി ബ്ലെയിം? ഞാൻ കുറ്റപ്പെടുത്താറുണ്ടോ? ഡു ഐ ബ്ലെയിം? ഞാൻ പെരുമാറാറുണ്ട്. ഐ ബിഹേവ്, നീ പെരുമാറാറുണ്ടോ? ഡു യു ബിഹേവ്? ഞാൻ കാണാറുണ്ട്. ഐ സീ, നീ കാണാറുണ്ടോ? ഡു യു സീ? ഞാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാണാറുണ്ട്. ഐ ലുക്ക്, നീ നോക്കാറുണ്ടോ? ഡു യു ലുക്ക്? ഐ ഹിയർ, ഞാൻ കേൾക്കാറുണ്ട്. നീ കേൾക്കാറുണ്ടോ? ഡു യു ഹിയർ? ഐ ടച്ച്, ഞാൻ തൊടാറുണ്ട്. നീ തൊടാറുണ്ടോ? ഡു യു ടച്ച്? അവർ തൊടാറുണ്ടോ? ഡു ദേ ടച്ച്? ഐ സ്മെൽ, ഞാൻ സ്മെൽ ചെയ്യാറുണ്ട്. ഞാൻ മണപ്പിക്കാറുണ്ട്. നീ മണപ്പിക്കാറുണ്ടോ? ഡു യു സ്മെൽ? ഞാൻ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ്, നീ ഉറങ്ങാറുണ്ടോ? ഡു യു സ്ലീപ്പ്? ഐ സ്റ്റെയർ, ഞാൻ കണ്ണുരുട്ടി നോക്കാറുണ്ട്. നീ കണ്ണുരുട്ടി നോക്കാറുണ്ടോ? ഡു യു സ്റ്റെയർ? ഐ ത്രറ്റൻ, ഞാൻ ഭീഷണിപ്പെടുത്താറുണ്ട്. നീ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഡു യു ത്രറ്റൻ? ഐ നോട്ടീസ്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഡു യു നോട്ടീസ്? നീ ശ്രദ്ധിക്കാറുണ്ടോ? ഐ പ്രാക്ടീസ്, ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നീ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഡു യു പ്രാക്ടീസ്? അവർ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഡു ദേ പ്രാക്ടീസ്? ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട്. കൺസോൾ എന്നാണ് വേർഡ്. കൺസോൾ, ആശ്വസിപ്പിക്കുക. ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട്. ഐ കൺസോൾ. ഡു യു കൺസോൾ? നീ ആശ്വസിപ്പിക്കാറുണ്ടോ? ഐ ഹ്യൂമിലിയേറ്റ്, ഞാൻ തരം താഴ്ത്താറുണ്ട്. ഹ്യൂമിലിയേറ്റ്, തരം താഴ്ത്താറുണ്ട്. നീ തരം താഴ്ത്താറുണ്ടോ? ഡു യു ഹ്യൂമിലിയേറ്റ്? ഞാൻ ഒഴിവാക്കാറുണ്ട്. ഐ അവോയ്ഡ്, നീ ഒഴിവാക്കാറുണ്ടോ? ഡു യു അവോയ്ഡ്? ഞാൻ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഞാൻ ആക്രമിക്കാറുണ്ട്. നീ ആക്രമിക്കാറുണ്ടോ? ഡു യു അറ്റാക്ക്? ഞാൻ മറക്കാറുണ്ട്. ഐ ഫോർഗെറ്റ്, നീ മറക്കാറുണ്ടോ? ഡു യു ഫോർഗെറ്റ്? നിനക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടോ? മറക്കുന്ന ഒരു മറവി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഐ ബെറി, ഞാൻ കുഴിച്ചിടാറുണ്ട്. ഡു യു ബെറി? നീ കുഴിച്ചിടാറുണ്ടോ? ഐ ഓപ്പൺ, ഞാൻ ഓപ്പൺ ചെയ്യാറുണ്ട്. ഞാൻ തുറക്കാറുണ്ട്. നീ ഓപ്പൺ ചെയ്യാറുണ്ടോ? ഡു യു ഓപ്പൺ? ഞാൻ അടയ്ക്കാറുണ്ട്. ഐ ക്ലോസ്, നീ അടയ്ക്കാറുണ്ടോ? ഡു യു ക്ലോസ്? ഞാൻ ഇടിക്കാറുണ്ട്. ഐ ബീറ്റ്, നീ ഇടിക്കാറുണ്ടോ? ഡു യു ബീറ്റ്? ഞാൻ മുഖത്തടിക്കാറുണ്ട്. ഐ സ്ലാപ്പ്, നീ മുഖത്തടിക്കാറുണ്ടോ? ഡു യു സ്ലാപ്പ്? ഞാൻ എത്തിച്ചു നോക്കാറുണ്ട്. ഐ പീപ്പ്, നീ എത്തിച്ചു നോക്കാറുണ്ടോ? ഡു യു പീപ്പ്? ഞാൻ അടിച്ചു വരാറുണ്ട്. ഐ സ്വീപ്പ്, നീ അടിച്ചു വരാറുണ്ടോ? ഡു യു സ്വീപ്പ്? അപ്പോൾ ഈ വേർഡുകൾ കൂടി നിങ്ങൾ പഠിക്കേണ്ട. ഓക്കെ, ഐ സ്റ്റംബിൾ, ഞാൻ തട്ടി വീഴാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട്. ഓക്കെ, ഡു യു സ്റ്റംബിൾ? നീ തട്ടി വീഴാറൊക്കെ ഉണ്ടോ? തട്ടി മറിഞ്ഞ് വീഴാറൊക്കെ ഉണ്ടോ? ഐ കുക്ക്, ഞാൻ പാചകം ചെയ്യാറുണ്ട്. നീ പാചകം ചെയ്യാറുണ്ടോ? ഡു യു കുക്ക്? ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. നീ കളിക്കാറുണ്ടോ? ഡു യു പ്ലേ? അവർ കളിക്കാറുണ്ടോ? ഡു ദേ പ്ലേ? നമ്മൾ കളിക്കാറുണ്ടോ? ഡു വി പ്ലേ? ഞാൻ കളിക്കാറുണ്ടോ? ഡു ഐ പ്ലേ? ഐ യു ദേ വി വെച്ചിട്ട് മാത്രമാണ് ഡു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഹീ ഷീ ഇറ്റ് എവരിബഡി പറയാനായിട്ട് നമുക്ക് ഡസ് ആണുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. ഓക്കെ, സോ ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. നീ കളിക്കാറുണ്ടോ? ഡു യു പ്ലേ? ഐ പ്രേ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഡു യു പ്രേ? അവർ പ്രാർത്ഥിക്കാറുണ്ടോ? ഡു ദേ പ്രേ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഡു വി പ്രേ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? ഡു ഐ പ്രേ? ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഐ ഡ്രൈവ്, നീ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡു യു ഡ്രൈവ്? അവർ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡു ദേ ഡ്രൈവ്? നമ്മൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡു വി ഡ്രൈവ്? ഞാൻ ധരിക്കാറുണ്ട്. ഐ വെയർ, നീ ധരിക്കാറുണ്ടോ? ഡു യു വെയർ? നമ്മൾ ധരിക്കാറുണ്ടോ? ഡു വി വെയർ?
ഞാൻ ധരിക്കാറുണ്ടോ? ഡു ഐ വെയർ? ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. ഐ എക്സ്പെക്റ്റ്. നീ പ്രതീക്ഷിക്കാറുണ്ടോ? ഡു യു എക്സ്പെക്റ്റ്? അവർ പ്രതീക്ഷിക്കാറുണ്ടോ? ഡു ദേ എക്സ്പെക്റ്റ്? നമ്മൾ പ്രതീക്ഷിക്കാറുണ്ടോ? ഡു വി എക്സ്പെക്റ്റ്? ഞാൻ സ്വീകരിക്കാറുണ്ട്. ഐ ആക്സെപ്റ്റ്. നീ സ്വീകരിക്കാറുണ്ടോ? ഡു യു ആക്സെപ്റ്റ്? അവർ സ്വീകരിക്കാറുണ്ടോ? ഡു ദേ ആക്സെപ്റ്റ്? നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ഡു വി ആക്സെപ്റ്റ്? ഞാൻ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ഐ ഇംപ്രൂവ്. നീ ഇമ്പ്രൂവ് ചെയ്യാറുണ്ടോ? ഡു യു ഇംപ്രൂവ്? അവർ ഇമ്പ്രൂവ് ചെയ്യാറുണ്ടോ? ഡു ദേ ഇംപ്രൂവ്? ഞാൻ മറക്കാറുണ്ട്, പൊറുക്കാറുണ്ട്, ക്ഷമിക്കാറുണ്ട്. ഐ ഫോർഗീവ്. നീ ക്ഷമിക്കാറുണ്ടോ? ഡു യു ഫോർഗീവ്? അവർ ക്ഷമിക്കാറുണ്ടോ? ഡു ദേ ഫോർഗീവ്? ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. നീ മനസ്സിലാക്കാറുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? അവർ മനസ്സിലാക്കാറുണ്ടോ? ഡു ദേ അണ്ടർസ്റ്റാൻഡ്? നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? ഡു വി അണ്ടർസ്റ്റാൻഡ്? ഞാൻ നിരീക്ഷിക്കാറുണ്ട്. ഞാൻ കാണാറുണ്ട്. ഞാൻ ടി വി കാണാറുണ്ട്. ഐ വാച്ച് ടി വി. നീ ടി വി കാണാറുണ്ടോ? ഡു യു വാച്ച് ടി വി? അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടോ നിനക്ക്? നീ നോർമലി ടി വി കാണുന്നൊരു സ്വഭാവം നിനക്കുണ്ടോ? ഡു വെക്കുന്നത് ശീലങ്ങൾ പറയാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡു ശീലമാണ്, ശീലങ്ങൾ പറയാനാണ് നമ്മൾ പറഞ്ഞതായിരുന്നു. ഓക്കെ, ഡു യു വാച്ച്? നീ കാണാറുണ്ടോ? നീ നിരീക്ഷിക്കാറുണ്ടോ? ഐ കിൽ. ഞാൻ കൊല്ലാറുണ്ട്. നീ കൊല്ലാറുണ്ടോ? ഡു യു കിൽ? ഞാൻ സഹായിക്കാറുണ്ട്. ഐ ഹെൽപ്പ്. നീ സഹായിക്കാറുണ്ടോ? ഡു യു ഹെൽപ്പ്? ഞാൻ ബഹുമാനിക്കാറുണ്ട്. ഐ റെസ്പെക്റ്റ്. നീ ബഹുമാനിക്കാറുണ്ടോ? ഡു യു റെസ്പെക്റ്റ്? ഞാൻ പോകാറുണ്ട്. ഐ ഗോ. നീ പോകാറുണ്ടോ? ഡു യു ഗോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ബ്രീഫായിട്ട് നമ്മൾ പറയുകയാണ്. ഓക്കെ, ഐ തിങ്ക്. എനിക്കറിയാം. ഇതിനെ തന്നെ എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഐ ഡു തിങ്ക് എന്നും പറയാം. ഐ തിങ്ക് ഇറ്റ് ഈസ് സെയിം ആസ് ഐ ഡു തിങ്ക്. ഐ തിങ്ക്, ഐ ഡു തിങ്ക്. നീ ആലോചിക്കാറുണ്ടോ? ഡു യു തിങ്ക്? അവരാലോചിക്കാറുണ്ടോ? ഡു ദേ തിങ്ക്? നമ്മൾ ആലോചിക്കാറുണ്ടോ? ഡു വി തിങ്ക്? ഞാൻ ആലോചിക്കാറുണ്ടോ? ഡു ഐ തിങ്ക്? നമ്മൾ പറയില്ലേ, നമ്മൾ ഇന്ത്യയെക്കുറിച്ചൊരു ആലോചിക്കാറുണ്ടോ? ഡു യു തിങ്ക് അബൌട്ട് ഇന്ത്യ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഐ നോ. എനിക്കറിയാം. ഇതിനെ തന്നെ നമുക്ക് പറയാം ഐ ഡു നോ. നിനക്കറിയുമോ? ഡു യു നോ? അവർക്കറിയോ? ഡു ദേ നോ? അവർക്ക് നിൻ്റെ പേരറിയോ? ഡു ദേ നോ യുവർ നെയിം? ഐ കെയർ. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതിനെ തന്നെ നമുക്ക് പറയാം ഐ ഡു കെയർ. നീ ശ്രദ്ധിക്കാറുണ്ടോ? ഡു യു കെയർ? ഐ അറ്റൻഡ് മീറ്റിംഗ്സ്. ഞാൻ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഐ ഡു അറ്റൻഡ് മീറ്റിംഗ്സ് എന്നും പറയാം. നീ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഡു യു അറ്റൻഡ് മീറ്റിംഗ്സ്? അവർ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഡു ദേ അറ്റൻഡ് മീറ്റിംഗ്സ്? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വോളണ്ടിയേഴ്സ് വർക്ക് ഹാർഡ് എന്നതിനെ തന്നെ നമുക്ക് പറയാം വോളണ്ടിയേഴ്സ് ഡു വർക്ക് ഹാർഡ് എന്നും പറയാം. ഇനി വോളണ്ടിയേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? ഓക്കെ, എന്ന് പറയാം ഡു വോളണ്ടിയേഴ്സ് വർക്ക് ഹാർഡ്. ഓക്സിലറി എടുത്തു, നമ്മൾ ആദ്യം എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് സഹായം വേണം. ഇതിനെ തന്നെ നമുക്ക് പറയാം ഐ ഡു നീഡ് ഹെൽപ്പ്. നിനക്ക് സഹായം വേണോ എന്നാണ് ചോദ്യമെങ്കിൽ ഡു യു നീഡ് ഹെൽപ്പ്? ഐ സ്റ്റഡി എ ലോട്ട്. ഞാൻ ഒരുപാട് പഠിക്കാറുണ്ട്. ഇതിനെ തന്നെ നമുക്ക് പറയാം ഐ ഡു സ്റ്റഡി എ ലോട്ട്. ഞാൻ ഒരുപാട് പഠിക്കാറുണ്ട്. നീ ഒരുപാട് പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി എ ലോട്ട്? ദേ ബൈ തിങ്സ്. അവർ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ദേ ഡു ബൈ തിങ്സ്. ഇതും സെയിം മീനിങ് ആണ്. അവർ സാധനങ്ങൾ വാങ്ങാറുണ്ടോ? നമുക്കറിയാം ഇതിൽ ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ്. ഡു എടുത്ത് ആദ്യം എഴുതാം. എന്ത് പറയാം? ഡു ദേ ബൈ തിങ്സ്. ഡു ദേ ബൈ തിങ്സ്? അവർ സാധനങ്ങൾ വാങ്ങാറുണ്ടോ? ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. നമ്മളെപ്പോഴും ഡു എടുത്തിട്ട് ഓക്സിലറി എടുത്തിട്ട് ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾ കിട്ടുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. ദേ ക്ലീൻ ദ ഡിഷസ്. ഇതിനെ തന്നെ നമുക്ക് പറയാം ദേ ഡു ക്ലീൻ ദ ഡിഷസ്. ഇവിടെ ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ്. ഡു എടുത്തിട്ട് ആദ്യം എഴുതി ബാക്കിയുള്ളതെല്ലാം തന്നെ അതിന് ശേഷം എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻ. സോ ഡു ദേ ക്ലീൻ ദ ഡിഷസ്? അവർ ഡിഷസ് പാത്രങ്ങൾ കഴുകാറുണ്ടോ? ക്ലിയർ ആണല്ലോ? ഐ റൈറ്റ് നോട്ട്സ്. ഞാൻ നോട്ടുകൾ എഴുതാറുണ്ട്. ഇതിനെ തന്നെ പറയാം ഐ ഡു റൈറ്റ് നോട്ട്സ്. നീ നോട്ടുകൾ എഴുതാറുണ്ടോ? ഡു യു റൈറ്റ് നോട്ട്സ്? ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡു വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡസ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇത് ഡൂവും ഡസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഡൂവും ഡസ്സും പറയുന്നത്, ഡു എന്ന് പറയുന്നത് ശീലങ്ങൾ പറയാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഡു
ശീലം, ദുശീലം, ശീലങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ശീലങ്ങളെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഞാൻ പഠിക്കാറുണ്ട്, ഞാൻ നടക്കാറുണ്ട്, ഞാൻ ഓടാറുണ്ട്, ഇതെല്ലാം തന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഐ ഡു സ്റ്റഡി, ഐ ഡു റൈറ്റ്, ഐ ഡു തിങ്ക് എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ നിങ്ങൾ ആ ഡു പറയാതെയും ഐ തിങ്ക്, ഐ നോ, ഐ റൈറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, പക്ഷേ ഡു അവിടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡസ്സുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.